ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ മരിച്ചില്ലേ, ഹസ്ബൻഡ് തന്നെ കൊന്നത്. അത് ആദ്യം നമ്മൾ കേട്ടത് കെട്ടിയാന് സംശയരോഗമാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴാണ് അവരുടെ മകള് തന്നെയാണ് പറയണ, ഒരു 17 വയസ്സ് എങ്ങാണ്ടുള്ള ഒരു മകള് തന്നെ പറഞ്ഞത് അമ്മക്ക് വേറെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അയാളെ കൂടി എങ്ങോട്ടോ പോയി കളഞ്ഞു, എന്നിട്ട് എന്തോ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. എന്നിട്ട് ആ മകള് പറയണ്ട ആ ദിവസം തന്നെ ഈ പറഞ്ഞ ആള്, ഈ കാമുകൻ എന്ന് പറയുന്ന ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണത് എന്താണെന്നറിയോ, ആ കെട്ടിയാന് ഒരിക്കലും അവരെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും ചീത്ത ഒരു സ്ത്രീക്ക് വേണ്ടി ഇപ്പൊ ഈ 4 മക്കളാണ് അനാഥരായത്. അവര് കൊള്ളൂലെന്ന് അറിഞ്ഞപ്പോ തന്നെ അയാൾക്ക് അവരെ ഉപേക്ഷിക്കായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? അയാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ മക്കളെ നോക്കി അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു. ഇങ്ങനത്തെ വ്യക്തികളൊക്കെ നന്നാവുമെന്ന് ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഒരിക്കലും നന്നാകാൻ പോണില്ല. കാരണം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് എത്രയോ ശരിയാണ്, ദുർജനം തുങ്ങിച്ചാവുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. അപ്പൊ ഇപ്പൊ ആ പെൺകുട്ടി പറയണ കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ വോയിസ് കേട്ടപ്പോൾ വിഷമം തോന്നണം. കാരണം ഇപ്പം മയക്കുമരുന്ന് കഞ്ചാവൊക്കെ പിടിക്കണ പോലെ തന്നെ ഈ വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിലേക്ക് വന്ന ആൾക്കാർ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം ഒരു കുടുംബമാണ് നശിപ്പിക്കണത് ഇല്ലേ? ഇതിന് തക്കതായ ശിക്ഷ വന്ന എന്നാലേ നന്നാവുള്ളൂ. ഇപ്പൊ അവൻ ഏതൊരാളാണെന്ന് എനിക്കറിയില്ല, ഏതൊരു മനുഷ്യനാണെങ്കിലും അവനെ പോലീസ് പിടിക്കണം. കാരണം ഒരു കുടുംബമാണ് ഇല്ലാതെയാക്കിയത്. എന്തിനിങ്ങനെ വിവാഹം കഴിക്കുന്ന ആൾക്കാരെ പ്രേമിക്കാനും സ്നേഹിക്കാനൊക്കെ നടക്കുന്നത് അല്ലേ? ഇതിന് തക്കതായ ശിക്ഷ വന്നാലില്ലേ കുറെ പിള്ളേര് അനാഥരാവില്ല. ഇതൊന്ന് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളും നശിഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഒരു പുതിയ ഇതാണ് കല്യാണം കഴിച്ചവർക്കുള്ള ഒരു പ്രേമരോഗം അല്ലേ? ഇതിനെ പ്രേമരോഗം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു രോഗമാണ്. ഇതിനൊന്നിലും ചികിത്സ കൊടുക്കണം ഇല്ലേ? ഇല്ലെങ്കിൽ ഇവരെ വിട്ടുകളയണം. അതാണ് വേണ്ടത്. ഇപ്പൊ ആ 4 മക്കളാണ് അനാഥരായത്.